പുരാണ കഥയിൽ രാക്ഷസനായും അത്ഭുതങ്ങൾ നിറഞ്ഞ മനുഷ്യനുമായിട്ടാണ് രാവണനെ അവതരിപ്പിച്ചിരിക്കുന്നത്. രാവണന് 10 തലയാണ്. സത്യത്തിൽ രാവണന് 10 തലയുണ്ട്. ഈ രാവണന് മുമ്പ് മറ്റൊരു രാജാവിനെ പറയുന്നുണ്ട്. ശ്രീരാമൻ്റെ അച്ഛൻ ദശരഥൻ. ഈ ദശരഥന് 10 കുതിരയെ പൂട്ടിയാണ് രഥം തെളിക്കുന്നത്. അതിന് 2 കുതിരയെ പൂട്ടിയ രഥം ഓടത്തില്ലേ? സത്യത്തിൽ ഇതെന്താണെന്ന് ഈ മനുഷ്യൻ തിരിച്ചറിയാതെ പോകുന്നത് എങ്ങനെയാണ്? ദശരഥൻ്റെ 10 കുതിര എന്ന് പറയുന്ന 10 ഗ്രഹങ്ങളാണ്. ആ 10 ഗ്രഹങ്ങളുടെ ഭ്രമണത്തെയാണ് ഓട്ടമായിട്ട് കാണുന്നത്. ദശരഥൻ്റെ മരണശേഷമാണ് രാവണൻ്റെ രംഗപ്രവേശം. ഈ രാവണനും 10 തല എന്ന് പറയുന്നത് 10 ഗ്രഹങ്ങളാണ്. ഓരോ ഗ്രഹവും മാറി മാറി, അതായത് മാസങ്ങൾ 12 മാസത്തിൽ 10 ഗ്രഹമേ ഉള്ളൂ, മാറി മാറി ചുറ്റപ്പെടുന്നുണ്ട്. ആ ഗ്രഹം മാറ്റമാണ് ഓരോ തലയുടെ മാറ്റം പറയുന്നത്. അല്ലാതെ രാവണന് 10 തലയില്ല, ദശരഥന് 10 കുതിരയില്ല. ഇത് പ്രപഞ്ച ശാസ്ത്രത്തെ മനുഷ്യന് കഥയായ രൂപത്തിൽ കാണിച്ചു കൊടുക്കാൻ എഴുതി വച്ചിരിക്കുന്നതാണ്. 10 ഗ്രഹം എന്ന് പറയുന്നതിൽ 8 ഗ്രഹമേ ഉള്ളൂ. ആ 8 ഗ്രഹത്തിൽ 7 ഗ്രഹമേ വലുതുള്ളൂ. 8ാമത്തെ ഗ്രഹം ചിഹ്നഗ്രഹമാണ്. അതുകൊണ്ടാണ് 7.5 പൊന്നാന എന്ന് മഹാദേവൻ്റെ വാഹനമായി മഹാദേവൻ്റെ എഴുന്നള്ളിപ്പിന് 7.5 പൊന്നാന പുറത്തെഴുന്നള്ളുന്ന മഹാദേവൻ. അത് സൂര്യനാണ്. ഈ പ്രകൃതിയിൽ, ഈ പ്രപഞ്ചത്തിൽ ഭൂമിയുടെ കയറ്റവും ഇറക്കവും, മേലോട്ടുള്ള കയറ്റവും കീഴോട്ടുള്ള ഇറക്കവും, അത് വെഞ്ചാമരമാണ്. സൂര്യൻ ഉദിക്കുന്നത് വിശറിയാണ്. സൂര്യൻ്റെ ഉദയം, ആദ്യ കിരണം ഭൂമിയിലേക്ക് പതിക്കുന്ന സമയം തിരുമേനിയുടെ പുറപ്പാടാണ്. മഹാദേവൻ്റെ പുറപ്പാട് എന്നാണ് അതിന് പറയുന്നത്. അപ്പം തിരുമേനി കുത്തുവിളക്ക് പിടിച്ചുകൊണ്ട് മുന്നേ പോകുന്നു എന്നാണ്. ആദ്യ കിരണം പിടിച്ചിരിക്കുന്ന ആ തിരുമേനി ഇരുളാണ് എന്നൂടെ മനസ്സിലാക്കണം. മാറി മാറി ഉദിക്കുന്ന 2 സൂര്യൻ. ഭൂമി അർദ്ധഭാഗമായിട്ടാണ് നിലകൊള്ളുന്നത്. അഷ്ടഗ്രഹവുമാത്തെയും വഹിക്കുന്ന ഭൂമി അർദ്ധഭാഗമാണ്.
അത് മഹാസമുദ്രത്തിന് അപ്പുറവും ഇപ്പുറവും രണ്ട് ഭാഗത്താണ്. അങ്ങനെ മേൽപോട്ട് കയറുകയും കീഴ്പോട്ട് ഇറങ്ങുമ്പോഴാണ് സൂര്യൻ ഇരുഭാഗത്ത് ഉദിക്കുന്നത്. അങ്ങനെ ഉദിക്കുമ്പോൾ എന്നതിനാണ് തീവെട്ടി എന്ന സങ്കല്പം. അങ്ങനെ പ്രകൃതിയെ ദേവനായി കണ്ട് ഭൂമിയുടെ ചലനത്തെ ആധാരമാക്കിയാണ് ക്ഷേത്ര ആചാരങ്ങൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അത് തെറ്റാണെന്ന് ഒരിക്കലും ഞാൻ പറയുന്നില്ല. കാരണം ഒരു ക്ഷേത്രത്തിൽ വിഗ്രഹ പ്രതിഷ്ഠ നടത്തുമ്പോൾ ആ ക്ഷേത്രത്തിലെ ദേവനോ ദേവിയോ പ്രതിഷ്ഠിക്കുമ്പോൾ അവിടെ ഈശ്വരൻ വന്ന് ഇരിക്കണമെന്നില്ല. അവിടെ മാനസ പൂജയാണ് ആ കർമ്മി ചെയ്യുന്നത്. ക്ഷേത്രതന്ത്രി മാനസ പൂജ ചെല്ലുന്ന ഭക്തർ അവരുടെ മനസ്സുകൊണ്ട് ആ വിഗ്രഹത്തെ കാണുന്നു. അതിലൂടെയാണ് ദൈവവിശ്വാസവും അനുഗ്രഹവും ദൈവത്തിൽ നിന്നുണ്ടാകുന്നത്. അല്ലാതെ ക്ഷേത്രത്തിലൊന്നുമില്ല എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് സത്യം. പക്ഷേ ചെല്ലുന്നവരുടെ മനസ്സാണ് ഈശ്വരനെ പ്രതീക്ഷിക്കപ്പെടുന്നതും ആവാഹിക്കപ്പെടുന്നതും. ഇതാണ് മനുഷ്യൻ ആദ്യമായി മനസ്സിലാക്കേണ്ടത്. കഥയല്ല, കഥയുടെ പൊരുൾ, അതിൽ മറഞ്ഞിരിക്കുന്ന കാര്യകാരണങ്ങൾ തേടിപ്പോണം. അപ്പോഴേ മനുഷ്യൻ മനുഷ്യനായി ജീവിക്കാൻ പറ്റൂ. അല്ലാതെ ഒരു കഥ വായിച്ചതാണെല്ലാം എന്ന് പറയുകയല്ല വേണ്ടത്. അതിൽ വിശ്വസിച്ച് മറ്റുള്ളവരെ ദ്രോഹിക്കുകയുമല്ല ചെയ്യേണ്ടത്. സത്യമന്വേഷിക്കുക, യഥാർത്ഥം തേടിപ്പോവുക. മനുഷ്യൻ അതാണ് വേണ്ടത്. എന്നിട്ട് നന്മയുള്ള ജീവിതം നയിക്കുക. പറ്റുമെങ്കിൽ ഇത് കാണുന്ന എല്ലാവരും ഇനിയെങ്കിലും ശ്രമിക്കുക. നിർത്തുന്നു.